ഏറ്റവും സ്നേഹമുള്ളവരെ, ഞാൻ ഇന്ന് ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. കിഴക്കുദിച്ച ഒരു നക്ഷത്രം. കിഴക്കുദിച്ച നക്ഷത്രം കണ്ടിട്ട് ജ്യോതിശാസ്ത്രജ്ഞന്മാർ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അവർ ഹെറോദോസിൻ്റെ വീട് വരെ എത്തി, കൊട്ടാരം വരെ എത്തി. അവർ തെറ്റായ വഴിയിലൂടെ കടന്ന് ഹെറോദോസിൻ്റെ ആ രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ കാണുന്നത് നക്ഷത്രം പിന്നീട് പ്രകാശിച്ചില്ല. നമ്മൾ വഴി നടത്തുന്ന ഒരു നക്ഷത്രമുണ്ട്. യേശു ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം കിഴക്കുദിച്ചു. ആ കിഴക്കുദിച്ച നക്ഷത്രം അവർ വഴി നടത്തി ബെത്ലഹേമിലേക്ക് കൊണ്ടുവരികയാണ്. അവർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാർ, യഹൂദർക്കായി ജനിച്ച രാജാവ് എവിടെയാണ്? അവൻ്റെ നക്ഷത്രം കണ്ടാണ് ഞങ്ങൾ വന്നത്. ഇന്ന് നക്ഷത്രം കണ്ട് നയിക്കുകയാണ്. നല്ല നേതാക്കന്മാരൊരു നക്ഷത്രമാണ്, നല്ല പുസ്തകങ്ങളൊരു നക്ഷത്രമാണ്, നല്ല ജീവിത ശൈലികൾ നക്ഷത്രമാണ്. ആ നക്ഷത്രം കണ്ട് പോകേണ്ടതായ വഴികളിലൂടെ നടത്തുകയാണ്. ചുട്ടയിലെ ശീലം, ചെറുപ്പം മുതലുള്ള ശീലങ്ങൾ വലിയ ആളാകുന്നത് വരെ എന്നല്ലേ നമ്മൾ പറയുന്നത്? ജ്യോതിശാസ്ത്രജ്ഞന്മാർ തെറ്റാതെയാണ് യാത്ര ചെയ്തത്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം തെറ്റാത്ത, മോശമാകാത്ത ഒരു നല്ല വഴിയിലൂടെ യാത്ര ചെയ്യുക, എത്തേണ്ടടുത്ത് എത്തുക. ഹെറോദോസ് ചോദിക്കുക, എവിടെയാണ് ആ രാജാവ് പിറന്നത്? അപ്പോൾ മറ്റുള്ളവരെയൊക്കെ വിളിച്ചുകൂട്ടി ചോദിച്ചു. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ബെത്ലഹേമേ, നീ ഒട്ടും പുറകിലല്ല. ഈ ബെത്ലഹേമിൽ, ഈ യൂദായിൽ ജനിക്കുമെന്നാണ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് കേട്ട് ഹെറോദോസ് അസ്വസ്ഥനാകണ്ട. ശരിയായ വഴിയിലൂടെ, നക്ഷത്രത്തിലൂടെ നമ്മളെ നയിക്കുകയാണ്. ജ്യോതിശാസ്ത്രജ്ഞന്മാരെ മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും നേരായ വഴിയിൽ നയിക്കുന്ന നല്ല ചിന്തകളുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാർക്കും നമ്മുടെ അധ്യാപകർക്കും മറ്റുള്ളവർക്കുമെല്ലാം നമ്മൾ നൽകുന്നത് ആ നല്ല വഴികളാണ്. നമുക്ക് ഈ ക്രിസ്മസ് സീസണിൽ, പ്രത്യേകിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ നല്ല കാര്യങ്ങൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും പറഞ്ഞു കൊടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ നക്ഷത്രം കാണട്ടെ. ക്രിസ്മസ് പുൽക്കൂട്ടിൽ മാത്രമല്ല, ഭവനങ്ങളിൽ മാത്രമല്ല, ദേവാലയങ്ങളിൽ മാത്രമല്ല, എല്ലായിടത്തും തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമുള്ള ഒരു സമയമാണ്. ആ നക്ഷത്രം പോലെയായി തീരട്ടെ, താരങ്ങളായി തീരട്ടെ, താരകങ്ങളാകട്ടെ. ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ. ദൈവമേ നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ.